ഈ ഒരാളെ പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? ഇത് വേറൊന്നുമല്ല, ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് നോക്കാം. ഇതിന്റെ പ്രൈസ് 192 ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അല്ലെ? ഇനി പറയുന്ന കാര്യം, നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. തൊട്ട് നോക്കിയിട്ടാണ് നമ്മൾ പറയാൻ ഫീവർ ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് ശരിക്കും അശാസ്ത്രീയമായിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം നമ്മളിപ്പം ഒരു തണുത്ത എൻവയോൺമെന്റിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ട് കുട്ടിയുടെ തലയിലും കഴുത്തിലൊക്കെ തൊട്ട് നോക്കി ഫീവർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. ഓൾറെഡി നമ്മുടെ കൈയൊക്കെ തണുത്തിരിക്കുമ്പം നമുക്ക് തൊടുമ്പോൾ തന്നെ, കുട്ടിയുടെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ ഫീവർ ഉള്ളതുപോലെ തോന്നും. അത് ആക്ച്വൽ ടെമ്പറേച്ചർ ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു സ്ലൈറ്റ്ലി എലവേറ്റഡ് ടെമ്പറേച്ചർ ആകാം. അതുപോലെ തന്നെ ഇറുകി പിടിച്ചിരിക്കുന്ന ടൈറ്റുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള കുട്ടീനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ചെറിയൊരു ടെമ്പറേച്ചർ പോലെ ഫീൽ ചെയ്യാം. അതും ഫീവർ ആവണമെന്നില്ല, അതും എലവേറ്റഡ് ടെമ്പറേച്ചർ ആവാം. അപ്പൊ ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് പാരസെറ്റമോൾ കൊടുക്കാറുണ്ട്. അതിനെ നമുക്ക് ഇതുപോലുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ വെക്കുന്നത് വഴി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി ചില പേരൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, 99 എന്നുള്ള ടെമ്പറേച്ചർ കാണുമ്പോൾ തന്നെ പാരസെറ്റമോൾ കൊടുക്കും. എന്നിട്ട് അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ, പനി കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ പാരസെറ്റമോൾ കൊടുത്തതെന്ന്. അപ്പൊ ഇത് തികച്ചും തെറ്റാണ്. കാരണം നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു റേഞ്ച് ആണ്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 98.6 പ്ലസ് ഓർ മൈനസ് 0.6 ആണ്. ദാറ്റ് മീൻസ് 98 ടു 99.2 ആണ് നോർമൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ 99 പാരസെറ്റമോൾ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. ഇനി എപ്പോഴാണ് പാരസെറ്റമോൾ കൊടുക്കേണ്ടത്? ഡെഫിനേഷൻ ഓഫ് ഫീവർ എന്ന് പറയുന്നത് റെക്ടൽ ടെമ്പറേച്ചർ മോർ ദാൻ 100.4 ആണ്. ഇപ്പൊ 100.4 ഒന്നും ഓർത്തിട്ടില്ലെങ്കിലും എബോ 100 മാത്രം നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാം. അങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. ഇനി ഈ ഡിജിറ്റൽ തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന വിധം, നമ്മൾ എപ്പോഴും ഓരോ സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാലും യൂസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ നമ്മൾ കോട്ടൺ സ്വാബ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ടിപ്പ് ക്ലീൻ ചെയ്യണം. അതുപോലെ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യുന്ന ആംപിറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലൊരു ബീപ്പ് സൗണ്ട് വരും. ആ മെഷർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ബീപ്പ് സൗണ്ട് വന്നാൽ നമുക്ക് കറക്റ്റ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അനാവശ്യമായിട്ടുള്ള പാരസെറ്റമോൾ ഓവർഡോസിങ് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിംഗ് ഒഴിവാക്കാം. കാരണം OP-യിലൊക്കെ പലപ്പോഴും പാരന്റ്സ് കൊണ്ടുവരിക ഒരു 5 days ഓഫ് ഹിസ്റ്ററി ഓഫ് ഫീവർ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഹിസ്റ്ററി എടുത്തോണ്ടിരിക്കും, നമ്മൾ ഡോക്യുമെന്റേഷനോ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയും ഇല്ല, നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നാ പറയാം. അപ്പൊ അത് ചിലപ്പോൾ തെറ്റായിരിക്കാം. നമ്മൾ അനാവശ്യമായിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റിൽ ഒന്നും തന്നെ കാണാറില്ല. പലപ്പോഴും അത് നോർമൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഈ അനാവശ്യമായിട്ടുള്ള പ്രിക്കിങ്ങും അതുപോലെ തന്നെ മരുന്നുകളും നമുക്ക് ഈ ഒരു തെർമോമീറ്റർ വീട്ടിൽ വെക്കുന്ന വഴി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും.